ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ എല്ലാ ദിവസവും നാം 100 പ്രാവശ്യം പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമ്മൾക്ക് പഠിക്കാം. ഈ സ്വലാത്തിനെ കുറിച്ച് പല ആളുകൾക്കും അറിയുകയില്ല എന്നുള്ളതാണ്. ഈ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 10 വമ്പൻ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട 11 സുന്നത്തുകൾ കൃത്യമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസിലാക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സർവ്വ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ അത്ഭുതകരമായ എല്ലാ ദിവസവും 100 പ്രാവശ്യം പതിവാക്കേണ്ട ഒരു സ്വലാത്ത് നമ്മൾക്ക് പഠിക്കാം. ഈ സ്വലാത്തിന്റെ മഹത്വം പല ആളുകൾക്കും അറിയൂല. പല ആളുകളും ഈ സ്വലാത്ത് ചൊല്ലാറില്ല എന്നുള്ളതാണ്. ഈ സ്വലാത്ത് എല്ലാ ദിവസവും നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ 10 വമ്പൻ നേട്ടങ്ങൾ, വമ്പൻ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരുന്നുണ്ട്. ദുനിയാവിലെ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരും. ആഖിറത്തിലെ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെയേറെ പോരിശേറിയ ഒരു സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സ്വലാത്തിന്റെ പേരെന്താണെന്നറിയോ? നൂറുൽ അൻവാർ സ്വലാത്ത്. എന്താണ് ആ സ്വലാത്തിന്റെ പേര്? നൂറുൽ അൻവാർ സ്വലാത്ത്. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ. ഈ പരിശുദ്ധമായ സ്വലാത്ത് എല്ലാ ദിവസവും ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ സ്വലാത്ത് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമ്മൾക്ക് ഈ സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന 10 ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളൂട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാത്ത് ചൊല്ലുമ്പോൾ അഊദും ബിസ്മിയൊക്കെ ചൊല്ലുന്നത് നല്ലതാണ്. നല്ല സ്ഥലത്തിരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അതൊക്കെ സലാത്തിന്റെ മര്യാദകളിൽപ്പെട്ടതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ സലാത്ത് ചൊല്ലിയ കൂലിയൊക്കെ കിട്ടും. പക്ഷേ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ലഭിച്ചോളണമെന്നില്ല. അതിന് നല്ല സ്ഥലത്തിരുന്ന് ആത്മാർത്ഥതയോടുകൂടെ വളരെ വൃത്തിയോടുകൂടെ ചൊല്ലണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. ഇതെല്ലാ ദിവസവും പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സാധുവായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അള്ളാഹു എന്തെങ്കിലും ഒരു അനുഗ്രഹം എനിക്ക് ചെയ്തു തരാതിരിക്കൂല. അത്രയും പവറാണ് ഈ സ്വലാത്തിന്. എൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹു ഈ സ്വലാത്ത് കൊണ്ട് നിറവേറ്റി തന്നിട്ടുണ്ട്. സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എനിക്ക് ഈ സ്വലാത്ത് പരിഹാരമായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്കാണിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിരിൽ അസ്റാർ വത്രിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലിഹി. ഒന്നുകൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിരിൽ അസ്റാർ വത്രിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലിഹി. ഇതാണ് പ്രിയമുള്ളവരെ നൂറുൽ അൻവാർ സ്വലാത്ത്. ഇത് പല ആളുകൾക്കും അറിയുകയില്ല.
സംശയമില്ല, വമ്പൻ പോരിശയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വീര്യം കൂടിയ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം നമ്മളെ ആവശ്യങ്ങൾ നിറവേറുമെന്നുള്ളതാണ്. നമ്മൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. രണ്ടാമത്തെ ഗുണം, പ്രയാസങ്ങൾ അകറ്റാൻ ഈ സ്വലാത്ത് നല്ലതാണ്. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായ പ്രയാസമാകട്ടെ, ശാരീരികമായ പ്രയാസമാകട്ടെ, എന്ത് പ്രയാസമാകട്ടെ, ആ പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് അകറ്റാൻ ഈ സ്വലാത്ത് നല്ലതാണ്. നമ്മൾ ഈ സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഈ സ്വലാത്ത് വന്ന് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അതുപോലെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങൾ അകറ്റാൻ ഈ സ്വലാത്ത് നല്ലതാണ്. ആത്മീയമായ രഹസ്യങ്ങൾ ലഭിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തെറ്റും ചെയ്യൂല. നമ്മളെപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലും, നിസ്കരിക്കും, ഖുർആൻ ഓതും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറുൽ അൻവാർ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്താ? സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടുകൂടെ ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല ജോലി ലഭിക്കണം, അല്ലെങ്കിൽ നല്ല കച്ചവടം നടത്തണം, എന്നിട്ട് ബിസിനസ്സിൽ ലാഭം ഉണ്ടാവണം, നല്ല ജോലി ലഭിച്ചാൽ ജോലിയിൽ നല്ല സാലറി ലഭിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് പതിവാക്കിക്കോളൂ. ഇത് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരോട് സുബഹി നിസ്കാരത്തിന്റെ ശേഷം, ചിലപ്പോൾ താജ് നിസ്കരിക്കുന്ന ഭർത്താക്കന്മാരാവൂല, താജ് നിസ്കരിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ, മക്കളാണെങ്കിൽ താജ് നിസ്കാരത്തിന്റെ ശേഷം ഇല്ല എന്നാൽ ഒന്നുകൂടി നമുക്ക് ഇതിന്റെ എഫക്റ്റ് ഒന്നുകൂടി നമുക്ക് ലഭിക്കും. അല്ല, ഇനി താജ് നിസ്കരിക്കാത്തവരാണെങ്കിൽ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഭർത്താക്കന്മാരോട് ജോലിക്ക് പോകുമ്പോൾ ഈ സ്വലാത്ത് ചൊല്ലി പോകാൻ പറയണം. ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞാൽ സുബഹി നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കണം. തോന്നിയ സമയത്തല്ല, 8 മണിക്കല്ല സുബഹിനിക്കൊരു സമയമുണ്ട്, ഇപ്പം 5:30 ബാങ്ക്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകും. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. അതുപോലെ ഈ സ്വലാത്ത് പതിവാക്കിയാൽ കടം വാങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ ഈ സ്വലാത്ത് നമ്മളെ സഹായിക്കും. ഈ സ്വലാത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സ്വലാത്ത് താജ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഹദിയ എനിക്ക് കിട്ടാതിരിക്കൂല. സാമ്പത്തികമായി എന്തെങ്കിലും ഒരു നേട്ടം അന്നത്തെ ദിവസം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അത് ഈ സ്വലാത്തിന്റെ വല്ലാത്തൊരു പവറാണ്. അല്ല, നമ്മളെ പവറല്ല, സ്വലാത്തിന് പവർ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ. കാരണം സ്വലാത്ത് പറഞ്ഞാൽ മുത്ത് നബിയുടെ പേരിലെ സ്വലാത്താണ്. പല സ്വലാത്തുകളും, പല അത്ഭുത സ്വലാത്തുകളും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നൂറുൽ അൻവാർ സ്വലാത്ത്. നിങ്ങളിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഈ സ്വലാത്തിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല. അധികം ആളുകൾ ഇത് കേട്ടാൽ ചൊല്ലൂല്ല. പക്ഷെ ഇത് ചൊല്ലണം. ജീവിതത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഉസ്താദ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഖൽബ് ശുദ്ധിയാവും. അഹങ്കാരം ഹൃദയത്തിൽ ഉണ്ടാകൂല, അസൂയ ഉണ്ടാകൂല, ഒരാളോട് കുറ്റ് ഉണ്ടാകൂല, പോര് ഉണ്ടാകൂല, ദേഷ്യം ഉണ്ടാകൂല. അതിനെ പറ്റിയൊരു സ്വലാത്താണ് നൂറുൽ അൻവാർ സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മഹബ്ബത്തുർ റസൂൽ, അള്ളാഹിന്റെ റസൂലിന്റെ മഹബ്ബത്ത്. ഇതിൽ ഇനി വേറെന്താ? ബാക്കി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അള്ളാഹിന്റെ റസൂലിന്റെ മഹബ്ബത്ത് ഉണ്ടാകും. അള്ളാഹിന്റെ റസൂലിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ ഈ സ്വലാത്ത് നല്ലതാണ്. അതുപോലെ തന്നെ ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹം എന്താ? മദീനയിലേക്ക് പോകണം എന്നാണ്. നിങ്ങൾ മദീനയിലേക്ക് പോകണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ നൂറുൽ അൻവാർ സ്വലാത്ത് എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം ചൊല്ലിയും, അതല്ലെങ്കിൽ താജ് നിസ്കാരത്തിന് ശേഷം 5 പ്രാവശ്യം ചൊല്ലിയും, അതല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം ചൊല്ലിയും, ഫലം ഉറപ്പായിട്ടും കാണാതിരിക്കൂല. അതുപോലെ തന്നെ മുത്തുനബിയുടെ ശഫാഅത്താണ് ലോകത്ത് ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കുന്നത്. മുത്തുനബിയുടെ ശഫാഅത്താണ്. മുത്തുനബിയുടെ ശഫാഅത്തില്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. ഈ സ്വലാത്ത് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. മുത്തുനബിയെ മനസ്സിൽ കരുതി അള്ളാഹുവിനോടുള്ള മഹബ്ബത്തോടെ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹുവേ, നൂറുൽ അൻവാർ സ്വലാത്ത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ധാരാളം സുന്നത്തുകൾ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 11 സുന്നത്തുകൾ, ഒരുപാട് വിശദീകരിക്കാണ്ട് ഞാൻ വിശദീകരിക്കാതെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സുന്നത്തുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ചെയ്യണം. അതിനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സുന്നത്ത് ആത്മാർത്ഥതയോടെ മിസ്വാക്ക് ചെയ്യുക. വെള്ളിയാഴ്ച പ്രത്യേകം പല്ല് തേക്കൽ സുന്നത്തുണ്ട്. പല്ല് തേക്കിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ മജ്‌ലിസിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 20ഓളം അനുഗ്രഹങ്ങൾ പല്ല് തേച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇനി പ്രവേശിക്കുന്നില്ല. അപ്പോൾ വെള്ളിയാഴ്ച പ്രത്യേകം പല്ല്
പല്ല് തേക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നഖം മുറിക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. ജുമാക്ക് മുമ്പാണ്. വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ്, വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷവും നഖം മുറിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. രാത്രിയല്ല കേട്ടോ, രാത്രി നഖം മുറിക്കാതിരിക്കലാണ് നല്ലത്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം നഖം മുറിക്കൽ സുന്നത്തുണ്ട്. ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല, കറാഹത്താണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു മജ്ലിസിൽ വിശദമായി പറയാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രത്യേകം വൃത്തിയായി കുളിക്കുക. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ വൃത്തിയായി കുളിക്കണം. സ്ത്രീകൾക്ക് അങ്ങനെ ജുമാക്ക് പോകാൻ ഉദ്ദേശത്തോടുകൂടെ കുളിക്കാൻ പാടില്ല. കാരണം സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, ജുമുഅ സ്ത്രീകൾക്കില്ല, അത് പുരുഷന്മാർക്കുള്ളതാണ്. അപ്പൊ ജുമാക്ക് പോകണമെന്ന ഉദ്ദേശത്തോടുകൂടെ വൃത്തിയായി പുരുഷന്മാർ കുളിക്കുക. വെള്ളിയാഴ്ച ദിവസമാണ് മുഅ്മിനീങ്ങളുടെ ഈദാണ്, സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ് എന്ന നിലക്ക് സ്ത്രീകൾ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച ദിവസം ആത്മാർത്ഥയോട് കുളിച്ചുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കുക. അതുപോലെ തന്നെ തലയിലും താടിയിലും ഒക്കെ എണ്ണ തേക്കുക. സ്ത്രീകൾ താടി തേക്കണ്ട, കാരണം സ്ത്രീകൾക്ക് താടി ഇല്ലല്ലോ, അങ്ങനെ വരണ്ടാ നിൽക്കണ്ട. സ്ത്രീകൾ തലയിൽ തേക്കുക, പുരുഷന്മാർ താടിയിലും തലയിലും പ്രത്യേകം എണ്ണ തേക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക, പിശിക്കാൻ പറ്റൂല. കല്യാണത്തിന് പോകും നല്ല വസ്ത്രം ധരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വീട് ഫംഗ്ഷന് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കും. നിങ്ങൾ അങ്ങാടിയിലൂടെ പോകുമ്പോൾ, ടൂർ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കും. നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചുളിഞ്ഞ വസ്ത്രം ധരിക്കുക. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസമെങ്കിലും നല്ല വസ്ത്രം ധരിക്കുക, പിശുക്കത്തരം കാണിക്കണ്ട. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു ബഹുമാനിപ്പിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് അന്നത്തെ ദിവസം നല്ല ഡ്രസ്സ് ധരിക്കുക. പുരുഷന്മാർ പ്രത്യേകം അത്തർ തേക്കുക. പുരുഷന്മാർക്ക് പ്രത്യേകം അത്തർ തേക്കൽ സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് എപ്പോഴാണ് സുന്നത്ത്? ഭർത്താക്കന്മാർ ജുമയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താക്കന്മാരെ മുമ്പിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അത്തർ തേക്കുക, അത് സ്ത്രീകൾക്കും പ്രത്യേകം സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് ഇങ്ങനെ അങ്ങാടിയിൽ കറങ്ങാൻ അത്തർ തേക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കുക, നേരത്തെ പള്ളിയിലേക്ക് പോകാൻ, അത് നടന്നു പോകണം, പ്രത്യേക കൂലിയാണ്. ഒരു ഒട്ടകത്തിന് അർത്ഥ കൂലിയാണ് ഫസ്റ്റ് പള്ളിയിലേക്ക് എത്തിയാൽ. അതുകൊണ്ട് ഉമ്മമാരെ, ഭർത്താക്കന്മാരെ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ നമ്മളെ ഭർത്താക്കന്മാർക്ക് ഒരൊട്ടകത്തിനർത്ഥ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അന്ന് കാറൊന്നും കൊടുക്കണ്ട, അന്ന് ബൈക്കൊന്നും കൊടുക്കണ്ട, നിങ്ങളൊന്ന് നടന്ന് ബൈക്കാണെന്ന് പറയാം. വലിയ ബർക്കത്താണ് വെള്ളിയാഴ്ച ദിവസം നടന്ന് പള്ളിയിലേക്ക് പോയാൽ. അതുപോലെ തന്നെ പുരുഷന്മാർ ഖുത്ബ ശരിക്ക് കേൾക്കുക. അപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കളിക്കല്ല, ഖുത്ബ ശരിക്ക് കേൾക്കുക, അത് ഇബാദത്താണ്. ഖുർആൻ കേൾക്കൽ പ്രത്യേകം സുന്നത്തില്ലേ എന്നതുപോലെ ഖുത്ബ ഒരു ആരാധനയാണ്, അത് പ്രത്യേകം കേൾക്കൽ സുന്നത്താണ്. അത് കേൾക്കുക, അർത്ഥം അറിയണമെന്നൊന്നുമില്ല, അത് ഇബാദത്താണ്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയോ? ചില ആളുകൾ അറിയാം അതിൻ്റെ അർത്ഥം അറിയണമെന്ന്. അർത്ഥം അറിയൊന്നും വേണ്ട, അത് കേൾക്കൽ തന്നെ അതൊരു ദിക്റാണ്, അത് കേൾക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്തുകൾ ചെല്ലണം. ഇപ്പം നമ്മളൊരു സ്വലാത്ത് പഠിപ്പിച്ചു, ആ സ്വലാത്ത് ധാരാളം പതിവാക്കുക. നമുക്കറിയുന്ന ഏതൊക്കെ സ്വലാത്തുണ്ടോ ആ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം ധാരാളം പതിവാക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ആലിംറാൻ സൂറത്ത് പ്രത്യേകം മോദൽ സുന്നത്തുണ്ട്. അടിവരട്ട് മനസ്സിലാക്കിക്കോളി, ആലിംറാൻ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മോദൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് 3 പ്രാവശ്യമെങ്കിലും ഓതണം വെള്ളിയാഴ്ച ദിവസം. ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം ഓതിയാലും കൂലി കിട്ടും, 2 പ്രാവശ്യം ഓതിയാലും കൂലി കിട്ടും. ഏറ്റവും ചുരുങ്ങുന്നത് 3 പ്രാവശ്യമെങ്കിലും ഓതണം എന്ന് മഹാന്മാർ അവരെ കിതാബുകൾ പറഞ്ഞതായി കാണാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മുമ്പ് പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. കടങ്ങളെ കൊണ്ട് കാക്കണേ റഹ്മാനെ. മാനസികമായ സംഘർഷങ്ങൾ അകറ്റണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, അയൽവാസികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, പടച്ചവനെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം, ഇസ്സത്തും ഖുവത്തും റാഹത്തും നൽകണേ അല്ലാ. എല്ലാവരും എന്തൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാം, ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആഖിറം നന്നാക്കി തരണേ അല്ലാ. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നല്ല വീട് നൽകണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ജോലി കൊടുക്കല്ലാ. നിന്റെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാർ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം നടത്തണേ അല്ലാ. പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇൻഷാ അല്ലാ നമ്മൾ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനി നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ മജ്ലിസിൽ ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.